ചിങ്ങമാസത്തിലെ കാർത്തിക നക്ഷത്രക്കാരുടെ മാസഫലങ്ങളാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത്. കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ സവിസ്തരം ഞാൻ പൊതുഫലങ്ങൾ പ്രവചിച്ചിരുന്നു. ആകാശത്ത് കൈവട്ടക ആകൃതിയിൽ കാണുന്ന നക്ഷത്ര സമൂഹത്തിൽ ഒന്നാണ് കാർത്തിക നക്ഷത്രം. ഈ നക്ഷത്രം മേടക്കൂറിലും ഇടവക്കൂറിലും സ്ഥിതി ചെയ്യുന്നു. ആദ്യത്തെ 15 നാഴിക മേടക്കൂറിലും അവസാനത്തെ 45 നാഴിക ഇടവക്കൂറിലുമാണ് ഇവ നിൽക്കുന്നത്. അവരവരുടെ ഗ്രഹനിലകൾ പരിശോധിച്ചാൽ മുകളിലുള്ള രണ്ടാമത്തെ കോളമാണ് മേടം രാശി. ഈ രാശിയിൽ ചന്ദ്രൻ അഥവാ ച എന്നെഴുതിയാൽ മേടക്കൂറും, മൂന്നാമത്തെ കോളത്തിൽ ച എന്നെഴുതിയാൽ ഇടവക്കൂറും ആയിരിക്കുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാർ അവരുടെ കൂറുകൾ മനഃപ്പാഠമാക്കുന്നത് എപ്പോഴും ഫലങ്ങൾ കൃത്യമായി അറിയുവാൻ സഹായകരമാണ്. നമുക്ക് മേടക്കൂറുകാരുടെ ഫലങ്ങൾ പരിശോധിച്ചാൽ ഈ കൂട്ടർക്ക് സഹോദരങ്ങളുമായി കലഹം ചെയ്യേണ്ടി വരുന്നു. അവരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായി ആയുധങ്ങൾ കൊണ്ട് തന്നെ ഏറ്റുമുട്ടേണ്ടതായ ചില സന്ദർഭങ്ങൾ വരെ ഉണ്ടാകാറുണ്ട്. ഭൂമി തർക്കം കാരണമായിട്ട് കോടതി വ്യവഹാരങ്ങൾ വരെ എത്തിച്ചേരാനുള്ള ഏറെ സാധ്യതയാണുള്ളത്. തർക്കത്തിൻ്റെ അവസാനം ഈ നക്ഷത്രക്കാർക്ക് ഭൂമി നേട്ടവും ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ ഗുണകരമാണ്. പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ് എന്നീ മേഖലകളിൽ ജോലിയെടുക്കുന്നവർക്കെല്ലാം അത്യന്തധികം മാനസിക സമ്മർദ്ദത്തിന് ഇടവരികയും മേലുദ്യോഗസ്ഥന്മാരുടെ അപ്രീതിക്ക് ഇടവരികയും ചെയ്യുന്നു. സ്ഥാനഭ്രംശം വരെ ഉണ്ടാകാനുള്ള ഏറെ സാധ്യതകളാണുള്ളത്. പ്രായമായിട്ടുള്ളവർക്കെല്ലാം രക്തസമ്മർദ്ദം മൂലമുള്ള സ്ട്രോക്കുകൾ വരെ വരാനുള്ള സാധ്യതയുണ്ട്. രക്തദൂഷ്യം, അതുപോലെ തന്നെ രക്തത്തിലുള്ള ചുവന്ന രക്താണുക്കളുടെ എണ്ണക്കുറവ്, കൗണ്ട് കുറയുക, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുക എന്നീ രോഗാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മികച്ച വിശ്വങ്കരന്മാരെ കണ്ട് പരിഹാരം തേടേണ്ടതാണ്. കൃത്യമായി മരുന്നുകൾ സേവിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, ഭഗവതി സേവ നടത്തുന്നതിന് ഇതിന് ഒട്ടേറെ പരിഹാരമാകും. പ്രായമായവർക്ക് അതുകൂടാതെ ഓർമ്മക്കുറവുണ്ടാകാം. സന്താനങ്ങൾക്ക് ഏറെ കഷ്ടത ഏറുന്ന സമയമാണിത്. അഗ്നി, വൈദ്യുതി, വെള്ളം എന്നിവ കൊണ്ടുള്ള തിക്തഫലങ്ങൾ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആയതിനാൽ ഒരു നല്ല ജാഗ്രത കുട്ടികളുടെ മേൽ നിങ്ങൾക്കുണ്ടാവണം. ഈ ദോഷം പരിഹരിക്കുവാൻ ഗണപതി ഹോമം നടത്തുന്നത് വളരെ ഉചിതമാണ്. വ്യാഴം വളരെ അനുകൂലമായ സ്ഥിതിയാണുള്ളത്. എന്നാൽ ശനിദോഷം ഉണ്ട് താൻ. ഈ ശനിദോഷം പരിഹരിക്കുന്നതിനായിട്ട് വ്യാഴം ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നതിനാൽ ശനിദോഷത്തിൻ്റെ തിക്താനുഭവങ്ങൾ ഈ കൂട്ടർക്ക് ഉണ്ടാവാനിടയില്ല. മുടങ്ങിക്കിടക്കുന്ന ഭവന നിർമ്മാണം ത്വരിതപ്പെടുത്തുകയും അതിൻ്റെ പുരവാസ്തുബലി നടത്താനുള്ള യോഗവും ഇക്കാലത്താണ് ഉണ്ടാകുന്നത്. കേടുപാട് വരുന്ന വീടുകൾക്ക് ഭംഗി വരുത്തി ധാരാളം പൈസയും ചിലവാകുന്നുണ്ട്. ധനവരവ് ധാരാളം ഉണ്ടാകുമെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ചിലവായി കുറയുന്ന ഒരു ഘട്ടം ഉണ്ട്. ഇത്തരത്തിലുള്ള ഫലങ്ങളാണ് പൊതുവെ മേടക്കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്കുള്ളത്. ഇടവക്കൂറുകാരെ പറ്റി പരിശോധിക്കുമ്പോൾ അവർക്ക് ശനിദോഷമില്ല. അതുപോലെ തന്നെ നേരത്തതിൽ നിന്നും വ്യത്യസ്തമായി സഹോദരങ്ങളിൽ നിന്നും സഹോദര സ്ഥാനീയായികളിൽ നിന്നും സഹായം ലഭ്യമാകുന്നതാണ്. സഹോദരനിൽ നിന്നും സഹോദരികളിൽ നിന്നും കിട്ടാനുള്ള കിട്ടാക്കടം ഈ സമയത്ത് ലഭ്യമാവുന്നതാണ്. വീടുകൾക്ക് കേടുപാടുകൾ വന്ന് അവ പുനരുദ്ധീകരിക്കുന്നതിനായി ധാരാളം പണം അപ്രതീക്ഷിതമായി ചെലവാകാനിടയുണ്ട്. ഇലക്ട്രോണിക് സാധനങ്ങൾ പെട്ടെന്ന് നശിച്ചു പോവുകയും അതിനായി കൂടുതൽ പണം റിപ്പയർ ചെയ്യുവാൻ ചിലവാക്കപ്പെടുകയും ചെയ്യുന്നു. വ്യാഴം പ്രതികൂലമാണ്.
ആയതിനാൽ വ്യാഴപ്രീതിക്കായി വിഷ്ണുവിനും ശ്രീകൃഷ്ണനും മഞ്ഞപ്പട്ട്, പാൽപ്പായസം, നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ നടത്തി വ്യാഴപ്രീതി വരുത്തേണ്ടതാണ്. പ്രായമായവർക്ക് ഓർമ്മക്കുറവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഏറെ പ്രയോജനമുള്ള കാലമാണ്. തൊഴിൽ അന്വേഷകരായിട്ടുള്ള മക്കൾക്ക് ഈ കാലയളവിൽ ലഭ്യമാകാനുള്ള യോഗം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, വിദേശത്ത് നിന്നും തടസ്സപ്പെട്ട് കിടക്കുന്ന ജോലികൾ അവർക്ക് ലഭ്യമാകുന്നതാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തൊഴിൽ അന്വേഷിച്ച് പോകുന്നവർക്ക് ഏറെ പ്രയോജനകരമായ ഒരു കാലയളവാണിത്. ഈ കാലയളവ് നാം വേണ്ടവണ്ണം ഇടവക്കൂറുകാർ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. രോഗത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഈ കൂട്ടർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ, അതേപോലെ ദുർമേധസ്, കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള ഹൃദയത്തിനുണ്ടാകുന്ന വേരിയേഷൻസ്, അവരുടെ മിടിപ്പിനുണ്ടാകുന്ന ചലനങ്ങൾ, ബ്ലോക്കുകൾ വരാനുള്ള സാധ്യത പ്രായമായവർക്ക് കൂടുതലാണ്. അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാഴപ്രീതിക്കായിട്ടുള്ള വഴിപാടുകളും ശിവന് ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തി പരിഹാരം കാണേണ്ടതാണ്. ഇത്തരത്തിലുള്ള മേടക്കൂറിലും ഇടവക്കൂറിലുമായിട്ടുള്ള ഫലങ്ങളാണ് ചുരുങ്ങിയ രീതിയിൽ ഞാനിവിടെ അവതരിപ്പിച്ചത്. നന്ദി, നമസ്കാരം.